ബൈബിൾ പറയുന്ന പ്രധാന സന്ദേശം യേശു ക്രിസ്തുവിലൂടെയുള്ള വിടുതലാണ്. വിടുതൽ എന്ന വാക്ക് എല്ലാ കാര്യത്തിലും വേണ്ടതാണ്. നമ്മുടെ പാപത്തിൽ നിന്ന് വിടുതൽ വേണം, രോഗത്തിൽ നിന്ന് വിടുതൽ വേണം, ശാപ സാഹചര്യങ്ങളിൽ നിന്ന് വിടുതൽ വേണം, നിരാശകളിൽ നിന്ന് വിടുതൽ വേണം, ജീവിതത്തിൽ വരുന്ന എല്ലാ സങ്കടങ്ങളിൽ നിന്നും വിടുതൽ വേണം. യേശു ക്രിസ്തുവിലൂടെ അത് മുഴുവനും ലഭിക്കുമെന്ന് ബൈബിൾ പറയുന്നു. എല്ലാ കാര്യത്തിനും മറുപടി, ഏക ഉത്തരം യേശു. പത്രോസ് എടുത്തു പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമമില്ല. ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ. മനുഷ്യരുടെ ഒന്നാമത്തെ ആവശ്യം മരണത്തിനപ്പുറം നിത്യതയിൽ പോകുക എന്നുള്ളതല്ല. ഈ ഭൂമിയിലുള്ള ജീവിതമാണ് മനുഷ്യരെല്ലാം ആഗ്രഹിക്കുന്നത്. കാരണം മനുഷ്യരായതുകൊണ്ടാണ്. മനുഷ്യർക്ക് ദൈവം വെച്ചിരിക്കുന്നത് ഭൂമിയാണ്. എന്നാൽ ദൈവ മക്കൾക്കാണ് ദൈവം സ്വർഗം വെച്ചിരിക്കുന്നത്. ഒരാൾ കർത്താവിലോട്ട് വരുമ്പോൾ അവരുടെ ഒന്നാമത്തെ ആവശ്യം ഈ ഭൂമിയിലെ ആവശ്യമാണ്. അപ്പം രണ്ട് നീഡിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ഇമ്മീഡിയറ്റ് നീഡ്, രണ്ട് ഫണ്ടമെൻ്റൽ നീഡ്. അടിയന്തരമായ ആവശ്യവും അടിസ്ഥാനപരമായ ആവശ്യവും. കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരാൾ വീട്ടിലെ കടം മാറണം, രോഗം മാറണം, ഇതിനാണ് വരുന്നത്. ആരും ഇന്ന് വരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടിസ്ഥാനപരമായ ആവശ്യത്തിന് വന്നിട്ടില്ല. കാരണം അത് അവർക്ക് അറിയില്ല. എന്നാൽ ഭൂമിയിലെ ജീവിതത്തിന് അവർക്ക് വേണ്ടതാണ് അടിയന്തരമായ ആവശ്യം. ഞാൻ ചർച്ചിൽ പോകാൻ കാരണം എൻ്റെ വീട്ടിലെ അവസ്ഥകളാണ്. അപ്പൻ രോഗി, അമ്മ രോഗി, സഹോദരൻ മദ്യപാനി, വീട് മുഴുവൻ കടം ജപ്തി. ഇങ്ങനൊരു സാഹചര്യത്തിൽ നിന്ന്, സ്വസ്ഥതയില്ലാത്ത വീട്ടിൽ നിന്നൊരു സമാധാനം കിട്ടണം. എൻ്റെ 23-ാമത്തെ വയസ്സിൽ പ്രാർത്ഥനയ്ക്ക് പോയത് അതിനാണ്. അപ്പോൾ ഇത് കർത്താവിന് അറിയാം, ഈ ഭൂമിയിൽ നമുക്ക് അടിയന്തരമായ ആവശ്യമുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞു, എൻ്റെ നാമനിമിത്തം അപ്പനോ അമ്മയോ വീടോ ധനങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ 100 മടങ്ങും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും പ്രാപിക്കാത്തവർ ആരുമില്ല. ഈ ഭൂമിയിൽ 100 മടങ്ങ്. 100 മടങ്ങ് പ്രശ്നമല്ല, 100 മടങ്ങ് അനുഗ്രഹം ഈ ഭൂമിയിലുണ്ട്. ഇന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ നമുക്കൊരു 10 മടങ്ങ് മതി പലർക്കും. എന്നാൽ കർത്താവ് വെച്ചിരിക്കുന്നത് 100 മടങ്ങാണ്. ചോദിച്ചതിലും നനച്ചതിലും അധികമായിട്ട്. ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ അവനെ ആ രാജ്യത്തിലെ സമ്പന്നനാക്കി. ഇസഹാക്കിനെ ദൈവം ആ രാജ്യത്തിലെ സമ്പന്നനാക്കിയിട്ട് അബിമലേക്ക് എന്ന രാജാവ് പറഞ്ഞു, നീ ഞങ്ങളെക്കാൾ ബലവാനാണ്, കാരണം നിന്റെ കൂടെ ദൈവമുണ്ട്, അതുകൊണ്ട് നീ ഞങ്ങളോട് ഒരു വഴക്കിനും വരരുതെന്ന് പറഞ്ഞ് ഉടമ്പടി ചെയ്തതായിട്ടാണ് നാം വായിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? അവനെ ദൈവം വർദ്ധിപ്പിച്ചപ്പോൾ രാജ്യത്തിലെ അനുഗ്രഹമാക്കി. ദാവീദിനെ ദൈവം വിളിച്ചപ്പോൾ എത്ര വലിയ രാജാവാക്കി. ദാവീദിന്റെ മോനായ ശലോമോനെ പോലെ സമ്പന്നനായ ഒരാൾ ഭൂമിയിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഭൂമിയിൽ കാണുന്ന പലതിനേക്കാളും നന്മകളും ആരോഗ്യവും സമാധാനവും ദീർഘായുസ്സും എല്ലാം ഈ ഭൂമിയിൽ തന്ന നിത്യജീവൻ തരാൻ ദൈവം വിശ്വസ്തനാണ്. എന്നാൽ ശലോമോനെ പോലെ സംഭവിക്കാതിരുന്നാൽ മതി. ആരംഭം അല്പമാണ്, അന്ത്യം അതിമഹത്താണ്. എങ്കിലും ഇതെല്ലാം നമുക്ക് ലഭിക്കുമ്പോൾ നാം ദൈവത്തെ മറന്നു കളയരുത്. ആവർത്തന പുസ്തകം 8:12 വായിക്കും പോലെ ഇതെല്ലാം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ദൈവത്തെ മറന്നു കളയുന്ന 12, 18 ഇതെല്ലാം വായിക്കുമ്പോൾ കാണാം. ദൈവത്തെ മറന്നു പോകരുത്. ഇതെല്ലാം വർദ്ധിക്കുമ്പോൾ കൂടുതൽ ദൈവത്തെ ഓർക്കണം. ദൈവത്തെ ദാവീദിനെ പോലെ, ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ പാർക്കുന്നു, ദൈവത്തിൻ്റെ പെട്ടകമോ തിരശ്ശീലക്കപ്പുറം ഇരിക്കുന്നു. അതുകൊണ്ട് അത്യുന്നതന് ഒരു നിവാസം ഉണ്ടാക്കും വരെ ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കം കൊടുക്കില്ല, ഞാൻ എൻ്റെ കട്ടിലേക്ക് കയറി കിടക്കത്തില്ല. ഇതൊക്കെയാണ് ദാവീദിൻ്റെ വാക്കുകൾ. എന്നാൽ ദൈവം പറഞ്ഞു, നീ ആലയം പണിയണ്ട, നിന്റെ കൈ ഒത്തിരി രക്തം ചൊരിഞ്ഞ കൈയാണ്, എന്നാൽ നിന്റെ മോൻ്റെ കാലത്ത് അത് പണിതാൽ മതി.
എന്നിട്ട് ദാവീദ് വിട്ടില്ല. ദാവീദ് എല്ലാം ദൈവത്തിന് വേണ്ടി സ്വരുക്കൂട്ടി. അങ്ങനൊരു മനോഭാവമുള്ളവർക്ക് എത്ര സ്വത്ത് കിട്ടിയാലും അത് അവർക്ക് കണിയാകത്തില്ല. ഇന്ന് കേരളത്തിലെ പല ദൈവമക്കളുടെയും, പ്രത്യേകിച്ച് തിരുവല്ലയിൽ പല ദൈവമക്കളുടെയും അക്കൗണ്ടുകളിൽ ആളില്ലാതെ, അവകാശിയില്ലാതെ, ഒരു ബാങ്കിലിട്ടതാണ്, അവകാശിയില്ലാതെ തിരുവല്ല പോലെയുള്ള സ്ഥലങ്ങളിൽ അവകാശികളില്ലാതെ 100 കോടിയിലധികം രൂപ കിടപ്പുണ്ട്. അതിൽ നല്ല പങ്ക് ദൈവമക്കളുടെയാണ്. ചർച്ചിന് കൊടുക്കൂല, ദൈവവേലക്ക് കൊടുക്കൂല. കിട്ടിയത് ദൈവം തന്ന അനുഗ്രഹം മുഴുവനും ബാങ്കിലിട്ട് വെച്ച് പിള്ളേർക്കും കൊച്ചുമക്കൾക്കും അനുഭവിക്കാൻ പറ്റാതെ ഈ പാർട്ടികൾക്കെല്ലാം ബോധം നഷ്ടപ്പെട്ട് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അൽഷമേഴ്സായി. എവിടെയാണ് അക്കൗണ്ട്, എന്താണ്, ആരോടും പറഞ്ഞില്ല. ഇതെല്ലാം അവർക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. എന്നാൽ നല്ല സമയത്ത് കിട്ടുന്നത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെലവാക്കിയെങ്കിൽ കള്ളൻ തുരന്ന് മോഷ്ടിക്കാത്ത, പുഴുവും തുരുമ്പും കെടുക്കാത്ത സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവുക. അതുകൊണ്ട് വിടുതൽ എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. എന്നാൽ വിടുതൽ കിട്ടുമ്പോൾ കൂടുതൽ ദൈവത്തോടടുത്ത് ദാവീദിനെ പോലെ ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരായി മാറട്ടെ. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിയിടുന്നു, നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിയിടുന്നു, നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാൻ ലോകമെങ്ങും നിൻ സാക്ഷിയാ. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാൻ ലോകമെങ്ങും നിൻ സാക്ഷിയാ. വിശുദ്ധനായിടുവാൻ തിരു തേജസ്സാൽ നിറച്ചിടുക. നിൻ പാതേ നടന്നിടുവാൻ നയിച്ചിടുക എന്തുമെന്നും. വിശുദ്ധനായിടുവാൻ തിരു തേജസ്സാൽ നിറച്ചിടുക. നിൻ പാതേ നടന്നിടുവാൻ നയിച്ചിടുക എന്തുമെന്നും. ലോകം കാണുവാൻ
സ്വർഗനാട്ടിലും തുടരുന്നതാം ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗനാട്ടിലും തുടരുന്നതാം ഈ ബന്ധം എൻ ഭാഗ്യമേ. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിടുന്നു. നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാലെന്നെ നിറച്ചിടുക. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. അതിനകത്ത് നമ്മൾ വായിച്ചത്, അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരം കേട്ടിട്ട് അവനെ എതിരേറ്റ് ചെയ്യുന്നു. ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. ശത്രുക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലയിൽ ജനത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ യേശു ചെയ്തു. യേശുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കും ഈ ദൗത്യമുണ്ട്. അതായത് എതിരികൾക്ക് ഒന്നും പറയാത്ത നിലയിൽ എല്ലാ പഴുതും അടക്കുന്ന, എതിർക്കാൻ കഴിയാത്ത നിലയിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന, ശത്രുക്കളുടെ വായടക്കുന്ന ചില അത്ഭുതങ്ങൾ ദൈവസഭ ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. യേശു എന്ത് ചെയ്തതാണ്? യേശു ലാസറിനെ ഉയർപ്പിച്ച കാര്യമാണ് വിഷയം. യേശു എങ്ങനെയാണ് ലാസറിനെ ഉയർപ്പിച്ചത്? ആദ്യം ലാസർ ദീനമായി കിടന്നപ്പോൾ പോയില്ല, മരിച്ചെന്ന് അറിഞ്ഞിട്ട് പോയില്ല, 4-ാം ദിവസം പോയി. അതുവരെ യേശു എന്ത് ചെയ്തു? ഞാൻ വിചാരിച്ചു പ്രാർത്ഥന മാത്രമാണെന്നല്ല. ഈ 4 ദിവസം കൊണ്ട് യേശു ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. മാർത്തയും മറിയയെയും വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ഏറ്റവും ഒടുവിൽ കല്ലറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കൂടി വന്ന യഹൂദന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. എന്നിട്ട് ലാസറിനെ പുറത്തു കൊണ്ടുവന്നു. വിശ്വാസികളായി തീരത്തക്ക രീതിയിൽ യേശു ദൈവപുത്രനാണ്, രാജാവായി യഹൂദന്മാർക്ക് വേണ്ടി പിറന്നവനെന്ന് യേശു പറഞ്ഞു നടന്നെന്നല്ല, പോസ്റ്റർ അടിച്ചു എന്നല്ല, യേശു തൻ്റെ ശുശ്രൂഷയിലൂടെ തെളിയിച്ചു, തൻ്റെ വാക്കുകളിലൂടെ തെളിയിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഉളവാകട്ടെ എന്ന് കൽപ്പിച്ച അതേ വചനം വീണ്ടും ഇതാ ജഡാവതാരമെടുത്ത് ലാസറിന്റെ കല്ലറക്കൽ നിന്നുകൊണ്ട് ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞു. ഉടനെ ലാസർ ജീവിച്ച് അവൻ പുറത്തു വന്നു. ഈ കാര്യം കണ്ടപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി വരുവാനുള്ള പ്രവാചകൻ ഇവൻ തന്നെ. കാരണം വേറെ ആർക്കും ഇതുപോലൊരു അടയാളം ചെയ്യാൻ കഴിയുമോ? ഇല്ല. ഇതുപോലൊരു അടയാളം വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അവർ 12-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, പിറ്റേന്ന് പെരുന്നാൾക്ക് വന്നൊരു വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ആർത്തു. യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി. എന്തിനാണ്? ഒരു പ്രവചന നിവൃത്തിയാണ് യിരെമ്യാവിലുള്ളത്. സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എന്ന്. ഇതൊരു അടയാളമാണ്. കാരണം രാജാക്കന്മാരെപ്പോഴും കുതിരപ്പുറത്താണ് കയറുന്നത്. മോർദക്കായിയെ പോലും രാജാവ് മാനിച്ചപ്പോൾ ഏറ്റവും നല്ല കുതിരപ്പുറത്താണ് കയറ്റിയത്. ആ കാലത്ത് ഏറ്റവും വിലയേറിയതും മാന്യതയേറിയതും കുതിരകളാണ്. എന്നാൽ യേശു കഴുതയെ സെലക്ട് ചെയ്തത് എല്ലാവർക്കും ഒരു അടയാളത്തിന് വേണ്ടിയാണ്. നമുക്കറിയാം, കഴുതപ്പുറത്തെന്ന് പറയുമ്പോൾ അധികം വില കൊടുക്കാത്ത, ചുമട് താങ്ങുന്ന ഒരു സാധു മൃഗം. വാസ്തവത്തിൽ
ആ കഴുത പോയപ്പോൾ കഴുതയുടെ മുമ്പിൽ എല്ലാവരും തുണികൾ വിരിക്കുന്നു, എല്ലാവരും കുരുത്തോലകൾ നിരത്തുന്നു. ഈ കഴുത ഇപ്പോൾ അതിലൂടെയാണ് നടക്കുന്നത്. ഈ കഴുത ഒരു സ്ഥലത്ത് കെട്ടപ്പെട്ട് കിടന്നതാണ്. കർത്താവ് അഴിച്ചുകൊണ്ട് വന്നു. ഇത് നമ്മുടെ ചരിത്രമാണ്. ഒരിക്കൽ കെട്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മരണത്തിന് മാത്രം കാത്തു കിടന്ന് ഒരു ശപിക്കപ്പെട്ട ഒരു മൃഗം, ശപിക്കപ്പെട്ട മൃഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അതിനെ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ കഴുത്തൊടിച്ചു കൊല്ലണമെന്ന ന്യായപ്രമാണം. ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടെടുക്കണം. ഇതിന് പകരം ഒരു ആട്ടിൻകുട്ടി മരിച്ചാൽ ഇതിന് സ്വതന്ത്രമാകും. അതല്ലേ സംഭവിച്ചത്? നമ്മെ വീണ്ടെടുക്കാൻ ഒരു യേശു കർത്താവ് എന്ന ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ആട്ടിൻകുട്ടി മരിച്ചു. അങ്ങനെ യേശു പറഞ്ഞിട്ട് എതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് 2 ശിഷ്യന്മാരെ അഴിച്ചുകൊണ്ടുവന്ന കഴുതക്കുട്ടി പുറത്ത്, ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടി പുറത്ത് യേശു കർത്താവ് കയറി. ഇപ്പോൾ ആ കഴുതയ്ക്കുണ്ടായ മാന്യത ഇത് ഓർക്കണം. എത്ര ജ്ഞാനിയായാലും, എത്ര അഭിഷേകമുണ്ടെങ്കിലും, എത്ര വലിയ പ്രവാചകനാണെങ്കിലും യേശു കയറിയ കഴുതയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതെന്നും ഓർക്കാൻ ഇടയാകണം. അല്ലാത്തവർ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കുന്നവർ അഹങ്കരിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ കഴുത അടുത്ത ദിവസം ആ വഴി കൂടി പോയെന്നാണ് പറഞ്ഞത്. ആ വഴി കൂടി പോയപ്പോൾ യേശു ഇല്ലെന്ന് തന്നെ പോയി. ആ വഴി കൂടി പോയപ്പോൾ കഴുത വിചാരിച്ചു, പാവം കഴുത വിചാരിച്ചത് ഇനി പോകുന്ന വഴിക്കൊക്കെ എല്ലാ തുണിയിൽ കൂടി ചവിട്ടി നടക്കാമെന്നോ. ഏതോ പുഴക്കടവിൽ കൂടി പോയെന്നാണ് പറഞ്ഞത്. ആ പോകുന്ന വഴിക്ക് അവിടെ ആരോ ഒരു അമ്മച്ചി തുണി അലക്കി ഇട്ടേച്ച്, അപ്പച്ചൻ്റെ മുണ്ടും ചട്ടയും എല്ലാം ജുബ്ബ എല്ലാം അലക്കി, എല്ലാം വെള്ള അലക്കി വിരിച്ച് നന്നായിട്ട് ഉണക്കാനിട്ടിരിക്കുകയാണ്. കഴുത വിചാരിച്ചു ഇന്നലത്തെ കാര്യം പോലെ എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് കരുതി അതിലേ നടന്നു. കഴുതക്ക് കിട്ടിയ ഏറിന് കയ്യും കണക്കൂല്ലെന്നാണ് ചരിത്രം. അല്ലെങ്കിൽ അതൊരു ജോക്കായിരിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, യേശു ഇല്ലെങ്കിൽ പോകുന്നിടത്തെല്ലാം ഏറും തൊഴിയും മാത്രം ഉണ്ടാവുള്ളൂ. എന്നാൽ ഇതാ ഒരു കഴുതയുടെ പുറത്ത് യേശു യാത്ര ചെയ്യുന്ന ഒരു പ്രവചന നിവർത്തിയാണ്. യേശുവിനെ ദാവീദ് പുത്രന് ഹോസന്ന രാജാവെന്ന് പറഞ്ഞവർ ആർക്കുകയാണ്? ഒരു വലിയ പുരുഷാരം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് 12-ാം വാക്യത്തിൽ. പിറ്റേന്നാൾ പെരുന്നാൾക്ക് വന്നൊരു വലിയ പുരുഷാരം. പെരുന്നാളിൽ വന്നവർ ഇപ്പോൾ പെരുന്നാളിനെയല്ല ശ്രദ്ധിക്കുന്നത്, എല്ലാവരുടെ കണ്ണുകൾ അവൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും യേശുവിലേക്കാണ് തിരിയുന്നത്. എത്ര വലിയൊരു ഭാഗ്യമാണ്. അവർക്ക് പാരമ്പര്യമായി എല്ലാ വർഷവും നടക്കുന്ന പെരുന്നാളിനേക്കാൾ സാക്ഷാൽ ലോകരക്ഷിതാവിലേക്ക് തിരിയാൻ ഒരവസരമല്ലേ അവിടെ കിട്ടിയത്. വലിയൊരു പുരുഷാരം. അവർ ഒരുമിച്ച് ആർക്കുകയാണ്. 16-ാമത്തെ വാക്യത്തിൽ, ഇത് അവൻ്റെ ശിഷ്യന്മാർ ആദിയിൽ ഗ്രഹിച്ചില്ല. എല്ലാവരും ശിഷ്യന്മാർ തന്നെ പറയുകയാണ്, ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി കർത്താവിന് നടക്കേണ്ട വല്ല കാര്യമുണ്ട്? എന്താ ഈ പരിപാടി? കർത്താവ് ഇവരോടിത് പറഞ്ഞുമില്ല. കുഞ്ഞുങ്ങളെ ഇന്ന പോലെ ബൈബിളിലെ ഒരു കാര്യത്തിന് നിവർത്തി ഇതൊന്നും യേശു പറയാൻ പോയില്ല. ഇത് യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം ബൈബിൾ വായിച്ചപ്പോൾ ഒരു ദിവസം മനസ്സിലായി. അതാണ് അതിൻ്റെ അർത്ഥം. അവിടെ താഴെ അത് കൊടുത്തിട്ടുണ്ട്. യേശുവിന് തേജസ്കരണം വന്ന ശേഷം അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് തങ്ങൾ അവനെ ഇങ്ങനെ ചെയ്തു എന്നും അവർക്ക് ഓർമ്മ വന്നു. ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ പല കാര്യവും യേശു അവരോട് പറഞ്ഞില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഞങ്ങളിത് വെറുതെ ചെയ്തതല്ല. പലപ്പോഴും നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാറില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാകും, ഇതെല്ലാം നമ്മെക്കുറിച്ച് ദൈവം നേരത്തെ പദ്ധതിയിട്ടതാണ്. യേശു അവരോടൊന്നും പറഞ്ഞില്ല, ഈ കഴുതക്കുട്ടിയെ എന്തിന് അഴിച്ചു വിടുന്നു എന്നൊന്നും ചോദിച്ചില്ല. കർത്താവിന് വല്ല ആവശ്യം ഉണ്ടാവും. ഒരു പോണെങ്കിൽ ഒരു കുതിരയുടെ പുറത്ത് കയറിക്കൂടെ? തിരുവെഴുത്ത് പറയുന്നത് പോലെ കർത്താവ് പോയി. ബൈബിൾ പറയുന്നതിന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഇരുന്നാൽ ഭൂമിയിൽ വെച്ച് ഒരു രാജകീയമായ ജീവിതം നയിപ്പാൻ ദൈവം നമുക്ക് കൃപ തരും. എത്ര പേരത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ അതിനോട് പ്രതികരിക്കണം. നമ്മെ രാജാക്കന്മാരെ പോലെ ദൈവം നടത്തും. ദൈവവചനത്തിലൂടെ ദൈവിക റൂട്ടിൽ പോയാൽ
നമ്മുടെ ജീവിതം രാജകീയമായിരിക്കും. യേശു ഈ ഭൂമിയിൽ രാജാവാണെന്ന് തെളിയിച്ചു. പീലാത്തോസ് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ? യേശു പറഞ്ഞു, ഞാൻ ആകുന്നു. യേശുവിൻ്റെ കാര്യങ്ങളെല്ലാം രാജകീയമായിരുന്നു. കുരുട്ട് കണ്ണ് തുറന്നതും, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചതും, 5 അപ്പം 5000 കൊടുത്ത് പോഷിപ്പിച്ചതും, ഇവിടെയെല്ലാം അവർ യേശുവിനെ രാജാവാക്കാൻ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അവരവനെ പിടിച്ച് രാജാവാക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ അവിടുന്ന് മാറിപ്പോയെന്ന്. യേശുവിൻ്റെ ജനനം രാജകീയമായിരുന്നു, ജീവിതം രാജകീയമായിരുന്നു. തൻ്റെ വസ്ത്രം താഴെ തൊട്ട് മുകൾ വരെ നെയ്തതായിരുന്നു. അതുകൊണ്ട് അവരതിനെ കീറിയില്ലാതെ അങ്കിക്കായി ഒരു ചീട്ടിട്ടെന്നാണ്. അത്ര വില കൂടിയതായിരുന്നു. ഒരു പഴയ വസ്ത്രം ആരെങ്കിലും എടുക്കുമോ? ഒരു പുതിയ വസ്ത്രം ആ അങ്കിക്കായിട്ട് അവർ ചീട്ടിട്ടു. ബാക്കിയുള്ള വസ്ത്രങ്ങൾ അവർ പകുത്തെടുത്തു. കാരണം പല വസ്ത്രം, അടിവസ്ത്രം, മേൽവസ്ത്രം, അങ്കിക്ക് മുകളിലിടുന്ന ഷാള് പോലത്തെ വസ്ത്രം എല്ലാം വിലയേറിയതായിരുന്നു. അവൻ്റെ വസ്ത്രം രാജകീയമായിരുന്നു, അവൻ്റെ വാക്കുകൾ രാജകീയമായിരുന്നു, അവൻ പോകുന്നിടത്തെല്ലാം അവൻ കഴിക്കുന്ന ഭക്ഷണം രാജകീയമായിരുന്നു. എല്ലാം അവൻ്റെ കൂടെ ഉള്ള ശിഷ്യന്മാർക്കെല്ലാം എന്തിന് ഒടുക്കത്തെ അത്താഴം നിങ്ങൾ ചെല്ലുമ്പോൾ, എതിരെ നിങ്ങളൊരു സ്ഥലത്തോട്ട് ഒരു പട്ടണത്തിലോട്ട് ചെല്ലുമ്പോൾ ഒരുവൻ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് പോകുന്ന കാണും. നിങ്ങൾ അവൻ്റെ പുറകെ ചെല്ല്, ആ വീട്ടിലോട്ട് കയറി ചെല്ലണം, അവൻ പോകുന്ന വീട്ടിലോട്ട്. അപ്പോൾ അവിടെ ചോദിക്കണം, യജമാനന് ഒരു പെസക ഒരുക്കേണ്ടതിന് എവിടെ അത് ഒരുക്കണം? വിരിച്ചൊരുക്കിയ ഒരു മാളിക കാണിച്ചു, ഒരു വൻ മാളിക. യേശുവിൻ്റെ ആ പെസക കർത്തൃമേശയൊക്കെ യേശു അവിടെ ആരംഭിക്കുന്നത്, സ്ഥാപിക്കുന്നത് എല്ലാം വിരിച്ചൊരുക്കിയതാണ്. യേശു വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ശിമോനെ നിനക്ക് എന്ത് തോന്നുന്നു, നമ്മൾ കരം കൊടുക്കണോ? അപ്പോൾ പറഞ്ഞു, കരം കൊടുക്കണം. എന്നാൽ ഭൂമിയിലെ രാജാക്കന്മാരോട് ആരോടാണ് ഇതെല്ലാം വാങ്ങുന്നത്? മറ്റുള്ളവരോട്. അപ്പോൾ മക്കൾ ഒഴിവുള്ളവരല്ലേ, എങ്കിലും അവർക്ക് ഇടർച്ച വരാതിരിക്കേണ്ടതിന്, അതായത് നമ്മൾ രാജാവിൻ്റെ മക്കളാണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. പത്രോസേ, ഞാൻ മാത്രമല്ല നീയും രാജാവിൻ്റെ മോനാണ്, അതാണ് അവിടെ പറയുന്നത് ഭൂമിയിൽ. അപ്പോൾ മക്കളോട് ചോദിക്കില്ല, അതിന് മകനോടെന്നല്ല പറയുന്നത്, മക്കളോട്. പത്രോസേ, ഞാൻ മാത്രമല്ല നീയും രാജാവിൻ്റെ മോനാണ്. മീൻപിടുത്തക്കാരനോട് പറയണം. എങ്കിൽ അവർക്ക് ഇടർച്ച വരാതിരിക്കേണ്ടതിന് നീ പോയി കടലിൽ ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീൻ്റെ വാ തുറന്നോ, അതിനകത്ത് നിനക്ക് എനിക്കും വേണ്ടതുണ്ട്. എല്ലാം രാജകീയമാണ്, ഒന്നിനും മുട്ടുവരുന്നില്ല, എല്ലാം ഭംഗിയായി ചെയ്യുന്നു. യേശുവിൻ്റെ ജീവിതം രാജകീയമായിരുന്നു. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, നിന്റെ നടപ്പ്, നിന്റെ ജീവിത ശൈലി, നിന്റെ വാക്കുകൾ എല്ലാം രാജകീയമാക്കി മാറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ അത്ഭുതമാക്കും, എല്ലാവരെയും സ്വാധീനിക്കുന്നു. അതാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പരീശന്മാർ തമ്മിൽ പറയുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ജനമെല്ലാം അവൻ്റെ കൂടെ ആയിപ്പോയി. അതിൻ്റെ കാരണം എന്താണ്? എല്ലാവർക്കും മനസ്സിലായി ഇവൻ രാജാവാണ്. അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ രാജാവിനേക്കാൾ വലിയ രാജാവ്, ഈ ഒരു രാജാവിനെ ഞങ്ങൾക്ക് വേണം. വസ്ത്രം, ഭക്ഷണം, ജീവിതം, സമാധാനം, സൗഖ്യം ഇതെല്ലാം തരുന്ന ഒരു രാജാവ്, ഞങ്ങൾക്ക് ഈ രാജാവിനെ വേണം. അവരെല്ലാവരും ഈ രാജാവിൻ്റെ മുമ്പിൽ ആർത്തു, ദാവീദിന്റെ പുത്രന് ഹോശന്ന. എങ്കിലും യേശു കാൽവരി ക്രൂശിലേക്കാണ് പോയത്. ഈ രാജകീയ പദവികളൊന്നും വേണമെന്ന് പറഞ്ഞില്ല. കാരണം യേശു വന്നത് ക്രൂശിൽ മരിക്കാനാണ്. യേശുവിൻ്റെ ഓരോ ചുവടുകളും ദൈവത്തിൻ്റെ വഴിയിലാണ്. പിതാവിൻ്റെ ഹിതം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ രാജകീയമായി രാജപാതയിൽ തന്നെ നമുക്ക് നടക്കാൻ കർത്താവ് കൃപ തരട്ടെ. മോശ സീഹോൻ, ഓഗ് പോലെയുള്ള രാജാക്കന്മാരുടെ നാട്ടിലൂടെ പോകാൻ അനുവാദം ചോദിച്ചപ്പോൾ മുന്തിരിത്തോട്ടത്തിൽ കയറില്ല, കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കില്ല, ഞങ്ങൾ രാജപാതയിലൂടെ മാത്രം നടക്കും, രാജപാതയിലൂടെ മാത്രം രാജകുമാരികളും കുമാരന്മാരും നടക്കുമെന്ന് പറയണം. എന്നാൽ അവർ സമ്മതിച്ചില്ല. എങ്കിലും ആ രാജാക്കന്മാരെ ഇവർ തോൽപ്പിച്ചു കളഞ്ഞു. ആ രാജ്യങ്ങളെല്ലാം ഇവരുടേതാക്കി മാറ്റി. അതാണ് കർത്താവ്. രാജപാതയിലൂടെ നടക്കാൻ തീരുമാനിച്ചാൽ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും.
കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. ഈ വെളിപ്പാടിൽ നിറയുക, ഒരു രാജകീയമായ ജീവിതം മറ്റുള്ളവരെ സ്വാധീനിക്കും. അതിനായി കർത്താവ് എല്ലാവരെയും ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഇത് കേട്ട എല്ലാ പ്രിയപ്പെട്ടവർ അസാധാരണമായ ദൈവപ്രവർത്തികളും വിടുതലും ഉണ്ടാകട്ടെ. അവരുടെ സാമ്പത്തിക വഴികൾ തുറക്കട്ടെ. ശാരീരിക വിടുതലുകളും സൗഖ്യങ്ങളും യേശുവിൻ അടിപ്പണരാൽ സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ അഡ്മിഷനുകൾ മിറക്കിളാകട്ടെ. യാത്രകളുണ്ടാകട്ടെ. ദൈവവേലയിൽ വലിയ അഭിവൃദ്ധികൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആത്മാക്കളെ നേടുന്നവരാകട്ടെ. ദൈവരാജ്യം പണിയുന്നവരാകട്ടെ. ദൈവസഭയ്ക്ക് കൂടുതൽ അനുഗ്രഹമായി ഇവരും ഇവരുടെ സമ്പത്തും തീരട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശു കർത്താവ് അത്ഭുതമായിട്ട് നമ്മെ നടത്തട്ടെ. പ്രത്യേകിച്ച് ഇന്ന് മുതൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന തുടങ്ങിയാണ്. വ്യാഴം, വെള്ളി, ശനി രാവിലെ 10:30 മുതൽ 1:30 വരെയാണ്. ഇന്നുണ്ട്, നാളെ വെള്ളി, മറ്റന്നാൾ ശനി. ഉച്ചയോടെ പ്രാർത്ഥന നമ്മൾ അവസാനിപ്പിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും വരണമെന്ന് ആഗ്രഹിക്കുന്നു. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വരാൻ കഴിയും. 10:30-ക്കാണ്. ആലപ്പുഴ കളർകോട് ജംഗ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ കഴിയും. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.